വീണ്ടും വാർത്തകളിലേക്ക്. സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധിയുടെ പുതിയ പുസ്തകത്തിനെതിരെ സംഘപരിവാർ നീക്കം. പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടി. വാൽമീകിയുടെ രാമനും ഗാന്ധിജിയുടെ രാമനും ആധുനിക ജനാധിപത്യ ഭാരതവും എന്ന സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധിയുടെ പുസ്തകത്തിനെതിരെയാണ് സംഘപരിവാർ രംഗത്തെത്തിയത്. മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന് കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പുസ്തക പ്രസാധകരായ പ്രോഗ്രസ് ബുക്ക് ഹൗസ് വിശദീകരണവും നൽകി. കൃതിയുടെ കർത്താവ് കൂടിയായ സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി ഒരു പരാതി കൊടുക്കുന്നുണ്ടായി. അതിൻ്റെ പേരിൽ ഇലക്ഷൻ നോഡൽ ഓഫീസർ ഇൻഫർമേഷൻ ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് വിശദീകരണം ചോദിക്കേണ്ടായി. ഞങ്ങൾ വിശദീകരണവും കൊടുത്തു. ഇതിൻ്റെ അർത്ഥം എന്താണ്? സംഘപരിവാരമല്ലാത്ത ഒരാൾക്കും രാമനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റാത്തൊരു ഇന്ത്യയിലേക്ക് ഈ കേരള സംസ്ഥാനത്ത് പോലും സാഹചര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നല്ലേ? നരേന്ദ്രമോദി ഭരിക്കുന്ന ഒരു ഇന്ത്യയിലായിരുന്നുവെങ്കിൽ കുമാരനാശാനും ചിന്താവിഷ്ടയായ സീത എന്ന രാമനെ പ്രതികൂട്ടിൽ കയറ്റി വിമർശനം നടത്തുന്ന പുസ്തകം എഴുതാൻ പറ്റും. കുട്ടികൃഷ്ണന്മാർക്ക് അതിനെ അനുമോദിച്ചുകൊണ്ടൊരു ലേഖനം എഴുതാൻ പറ്റുമായിരുന്നു. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചരുവിൽ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ, സിനിമാ പ്രവർത്തകരായ ഇർഷാദ്, ഹിമാശങ്കരി അടക്കം പ്രമുഖർ പങ്കെടുത്ത പ്രകാശന ചടങ്ങ് ഏപ്രിൽ 12 ചെങ്ങമ്പുഴ ഹാളിലായിരുന്നു നടന്നത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.